Hello everyone, we are learning consolidated financial statements as per Ind AS 110. We have already learned what is minority interest or non-controlling interest or NCI. When some of the shares of subsidiary company are held by outsiders other than the parent company, their interest is known as minority interest in subsidiary company. Subsidiary companyയിൽ parent company അല്ലാതെ ഷെയർസിന്റെ ഒരു പോർഷൻ ഔട്ട്സൈഡേഴ്സ് ആരെങ്കിലും അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അവരുടെ കൈവശമാണെങ്കിൽ those shareholders are known as minorities or their interests are known as minority interest. They are called minorities because they have less than 50% control in subsidiary company. Controlling power ആരുടെ കയ്യിലായിരിക്കും? Holding company because they acquire either 100% or a majority of shares in holding company, shares in subsidiary company. That is why the holding company has the full control over the subsidiary company and the minorities have only less than 50% control in subsidiary company. That is known as they are called minorities. How we can calculate the minority interest? എങ്ങനെയാണ് നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സബ്സിഡിയറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ 100% ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്തിട്ടില്ല എങ്കിൽ 100% അല്ല അക്വയർ ചെയ്തിട്ടുള്ളതെങ്കിൽ കുറച്ചു ഭാഗം മൈനോറിറ്റീസിന്റെ ആണ് അല്ലേ? ആ മൈനോറിറ്റീസിന്റെ പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് ദാറ്റ് ഈസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ്. സബ്സിഡിയറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ 80% ആണ് ഹോൾഡിംഗ് കമ്പനിയുടെ അക്വിസിഷൻ എങ്കിൽ ബാക്കി 20% പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൽ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ആണ്. ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ outsiders, that is 20%. If suppose 20% ആണ് ഔട്ട്സൈഡേഴ്സിന്റെ എങ്കിൽ so paid up value of shares held by outsiders and proportionate share of subsidiary companies profits and reserve. subsidiary companyയുടെ profits and reservesലും ആർക്ക് അവകാശമുണ്ട്? മൈനോറിറ്റീസിന് അവകാശമുണ്ട്. അത് എത്ര പോർഷൻ ആണോ എത്ര പ്രൊപ്പോർഷൻ ആണോ ആ പ്രൊപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, paid up value of shares held by outsiders-ന്റെ കൂടെ ആഡ് ചെയ്യുക. That is proportionate share of subsidiary companies profits and reserves is added to the paid up value of shares held by outsiders. അതേപോലെ ഹോൾഡിംഗ് കമ്പനി ഷെയർസ് അക്വയർ ചെയ്യുമ്പോൾ അസറ്റ്സ് എല്ലാം റീവാല്യൂ ചെയ്യാം. അങ്ങനെ അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടെങ്കിൽ വാല്യൂ ഓഫ് അസറ്റ്സിൽ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടെങ്കിൽ ദാറ്റ് പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ആ ഇൻക്രീസിൽ ആർക്കൊക്കെ അവകാശമുണ്ട്? ഹോൾഡിംഗ് കമ്പനിക്കും ഉണ്ട്, മൈനോറിറ്റീസിനുണ്ട്. അതിൽ മൈനോറിറ്റീസിന് പ്രൊപ്പോർഷൻ എത്രയാണോ പോർഷൻ എത്രയാണോ അത് നമ്മൾ പെയ്ഡ് അപ്പ് വാല്യൂന്റെ കൂടെ ആഡ് ചെയ്യണം. ദ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഓഫ് സബ്സിഡിയറി കമ്പനി ഇഫ് എനി. ദെൻ സബ്സിഡിയറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡിംഗ് കമ്പനി അക്വയർ ചെയ്തിട്ടില്ല എങ്കിൽ അത് മുഴുവനും ഔട്ട്സൈഡേഴ്സിന്റെ ആണ്. ആ പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കൂടി അവകാശപ്പെട്ടതാണ്. അപ്പോൾ including dividend that the preference share capital held by the outsiders is added to the paid up value shares held by outsiders. So shareholders അല്ലെങ്കിൽ subsidiary companyയുടെ മൈനോറിറ്റീസിന്റെ ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രൊപ്പോർഷണൽ ഷെയർ ഓഫ് സബ്സിഡിയറി കമ്പനിയുടെ പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സിൽ അവരുടെ പ്രൊപ്പോർഷണൽ ഷെയർ ആഡ് ചെയ്യണം. then proportion increase in the value of assets of subsidiary company, preference share capital and also preference dividend ആഡ് ചെയ്യണം. ഇനി ലോസ് ആണെങ്കിലോ സബ്സിഡിയറി കമ്പനിക്ക് ലോസ് ഉണ്ടെങ്കിൽ കമ്പനിക്ക് ലോസ് ആണെങ്കിൽ ആ ലോസിൽ രണ്ട് അവകാശികൾ ഉണ്ടാവും അല്ലെ? ഹോൾഡിംഗ് കമ്പനി ഉണ്ടാവാം, മൈനോറിറ്റി. ഹോൾഡിംഗ് കമ്പനി എന്തായാലും ഉണ്ട്, മൈനോറിറ്റീസ് ഉണ്ട്. മൈനോറിറ്റീസിന്റെ പ്രൊപ്പോർഷൻ എത്രയാണോ ആ പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ദ പ്രൊപ്പോർഷണൽ ഷെയർ ഓഫ് സബ്സിഡിയറി കമ്പനീസ് ലോസസ് is deducted from the paid up value of shares held by outsiders. Then value of asset decrease ആണെങ്കിലോ ആ ഡിക്രീസ് എമൗണ്ടിൽ മൈനോറിറ്റീസിന്റെ പ്രൊപ്പോർഷൻ എത്രയുണ്ട് അത് നമ്മൾ എന്താണ് ലെസ് ചെയ്യണം. സോ ദിസ് ഇസ് ദ വേ വി ക്യാൻ കാൽക്കുലേറ്റ് ദ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? It is known as minority interest and that amount of minority interest or non-controlling interest is shown as liability under the heading share capital while preparing the consolidated balance sheet of holding company. Holding company consolidated financial statements prepare ചെയ്യുമ്പോൾ holding companyയുടെ consolidated financial statements
ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റലിന്റെ താഴെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എഴുതണം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി ഓഫ് holding company. Okay. Then the consolidated balance sheet. So Ind AS 110 പറയുന്നു the principles and how we can prepare the consolidated financial statements by the holding company. So holding companyയുടെ ആ consolidated balance sheet prepare ചെയ്യുന്നതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. As per the syllabus, very simple ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സിന്റെ കാര്യങ്ങൾ മാത്രമേ, ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളും പറയുന്നില്ല, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. So how we can prepare the consolidated balance sheet of a holding company, that is what we are going to learn. അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ഓക്കെ, ദെൻ പ്രീ അക്വിസിഷൻ പീരീഡ് എന്താണ്, പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് എന്താണ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ് എന്താണ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ് എന്താണ്, പ്രീ അക്വിസിഷൻ ലോസസ് എന്താണ്, പോസ്റ്റ് അക്വിസിഷൻ ലോസസ് എന്താണ്, അതേപോലെ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ് വിൽ or how we can calculate the capital reserve. ഇതെല്ലാം നമ്മൾ പഠിച്ചത് ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം പറഞ്ഞിരിക്കുന്നത് Ind AS 110 സോ 9 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അത് 9 സ്റ്റെപ്പ്, 9th സ്റ്റെപ്പ് എത്തുമ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആവും. അത് നിങ്ങൾക്ക് ഞാൻ നോട്ട് തരുന്നതാണ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം. അത് നിങ്ങൾ നോക്കി പഠിക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് അക്വിസിഷൻ ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി ഹാവ് ടു divide the whole period as pre and post acquisition period. So that is why date of acquisition is very important. So first step in preparing the consolidated balance sheet is date of acquisition. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവാം, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. രണ്ടാമത്തെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. സബ്സിഡറി കമ്പനിയുടെ ഷെയറിൽ എങ്ങനെയാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ? 100% ഹോൾഡിംഗ് കമ്പനിയുടെ ആണോ, അതോ ഒരു മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് കമ്പനിയുടെ ബാക്കി മൈനോറിറ്റീസിന്റെ ആണോ? അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് അനാലിസിസ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. തേർഡ് സ്റ്റെപ്പ് അനാലിസിസ് ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മീൻസ് സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനോ അതിൽ നിന്ന് എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് അപ്പോർഷൻമെന്റ് ആണ്. പ്രീ ആൻഡ് പോസ്റ്റ് ആയിട്ട് നമ്മൾ അതിനെ അപ്പോർഷൻ ചെയ്യുന്നു. അപ്പോർഷൻ ചെയ്തിട്ട് അത് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രൊപ്പോർഷൻ എത്ര, മൈനോറിറ്റീസിന് എത്ര പ്രൊപ്പോർഷൻ എന്ന് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പ്. Fifth step is the calculation of minority interest that we have learned in this video, that how we can calculate the minority interest. Sixth step is cost of control or capital reserve. That's we have already learned in the previous video, that how we can calculate the cost of control or goodwill or capital reserve. Seventh step, intercompany owing. നമ്മൾ പറഞ്ഞല്ലോ one of the disadvantages of holding company, അതായത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരുമ്പോൾ ഇവർ തമ്മിലുള്ള ചില ട്രാൻസാക്ഷൻസ്, ഇന്റർകമ്പനി ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് കുറച്ച് ക്യാഷ് കൊടുത്തു, സബ്സിഡറി കമ്പനി കുറച്ച് സ്റ്റോക്ക് കൊണ്ടുവന്ന് ഹോൾഡിംഗ് കമ്പനിക്ക് കൊടുത്തു, ഇങ്ങനെ ഉള്ള ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസിനെ കുറിച്ചിട്ടുള്ളതാണ് സെവൻത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സിലബസിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെവൻത് സ്റ്റെപ്പ് വരുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ചില കാര്യങ്ങൾ മാത്രമേ സെവൻത് സ്റ്റെപ്പിലേക്ക് വരാൻ ചാൻസ് ഉള്ളൂ. Then eighth step, you have to prepare the schedule number 2, reserves and surplus, for preparing the consolidated balance sheet. നമുക്കറിയാം we are going to prepare the balance sheet as per Companies Act 2013. So schedule എല്ലാം നമ്മൾ വരയ്ക്കണം. അതിൽ schedule number 2, that is reserves and surplus ആണ് eighth step. That is the reserves and surplus of holding company. അപ്പോൾ സെവൻത് സ്റ്റെപ്പ് വരെ നമ്മൾ സബ്സിഡറി കമ്പനിയുടെ കാര്യങ്ങൾ കൂടി നോക്കി ഇങ്ങനെ വരുന്നു. എയ്ത്ത് സ്റ്റെപ്പ് ആവുമ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ആസ് പെർ ഷെഡ്യൂൾ നമ്പർ 2 നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യും. ആൻഡ് ദ 9th സ്റ്റെപ്പ് ഇസ് എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. സോ 9 സ്റ്റെപ്പിലൂടെ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. കാരണം ഇത്രയും തറവാണെങ്കിൽ നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. താങ്ക് യു.